ഓൾറെഡി കോഴിത്തരമായിട്ട് നടന്ന നായകൻ പെട്ടെന്ന് ഒരു ദിവസം അവന് ഷോക്ക് അടിച്ചിട്ട് പെണ്ണുങ്ങൾ മനസ്സ് വിചാരിക്കുന്നതെല്ലാം അറിയാനുള്ളൊരു ശക്തി കിട്ടുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2000 റിലീസ് ചെയ്ത വാട്ട് വുമൺ വാണ്ടെന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിക് മാർഷൽ എന്ന പേരുള്ള ചിക്കാഗോ അഡ്വർടൈസ്മെൻറ്റ് എക്സിക്യൂട്ടീവിനെയായിരുന്നു. വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇവൻ ക്രഷുള്ള ഒരു കോഫി ഷോപ്പിലെ ലോല എന്ന് പറഞ്ഞ പെണ്ണിനെ മീറ്റ് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് ചെന്നാൽ ഇവനാണെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പുലിയായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഇവനാണെങ്കിൽ ഒരു കോഴി സ്വഭാവമായിരുന്നു. മിക്ക പെണ്ണുങ്ങളുമായിട്ട് ഇവനൊരു കാര്യമില്ലാതെ ഇങ്ങനെ ഫ്ലിർട്ട് ചെയ്തുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും മിക്കവർക്ക് ഇവനെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇവനാണ് ഇത് അറിയത്തുമില്ല. പിന്നീട് ഇവനാണെങ്കിൽ പ്രൊമോഷനൊക്കെ പ്രതീക്ഷിച്ച് മാനേജറിനെ പോയി മീറ്റ് ചെയ്യും. പക്ഷേ മാനേജറാണെങ്കിൽ അവനോട് ഡാർസി എന്ന് പേരുള്ള ഒരു പുതിയ പെണ്ണിനെ ഹയർ ചെയ്യാമെന്ന് പറയും. എന്നിട്ട് കാരണം പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും കാലമാണെങ്കിൽ ഇവരുടെ കമ്പനി ആണുങ്ങളുടെ പ്രോഡക്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി തൊട്ട് പെണ്ണുങ്ങളുടെ പ്രോഡക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിനുവേണ്ടി പെണ്ണ് തന്നെ മാർക്കറ്റിങ്ങിന് വരണമെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് നിക്കാണ് ഒരു പാർട്ടി പങ്കെടുക്കാൻ വേണ്ടി പോകും. അവിടെ വെച്ചാണ് അവർ എക്സ് വൈഫായിട്ടുള്ള ജിജിനെ മീറ്റ് ചെയ്യുന്നത്. അവളാണെങ്കിൽ പുതിയ ഹസ്ബൻഡിൻ്റെ കൂടെ ഹണിമൂണിന് പോകാനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മകളായ അലക്സിനെ തൽക്കാലം നിക്കിൻ്റെ അടുത്തേക്ക് ഏൽപ്പിക്കുക എന്ന് പറയും. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മകൾക്ക് ബോയ് ഫ്രണ്ട് ഉള്ള കാര്യമല്ല നിക്ക് അറിയുന്നത്. അവൻ ഉടനെ തന്നെ അതിനെ എതിർക്കും. ഈ പ്രായത്തിൽ തന്നെ ബോയ് ഫ്രണ്ട് വേണ്ടെന്ന് പറയും. കാരണമായിട്ട് അവൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്നമാരൊന്നും ഇവളോട് സ്നേഹം കൊണ്ടല്ല, ഇവളുടെ ശരീരം പ്രതീക്ഷിച്ചാണ് വരുന്നതെന്ന് പറയും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ചെറുപ്പം തൊട്ട് ഇവനാണ് മകളെ നോക്കാത്തതുകൊണ്ട് അവളാണെങ്കിൽ ഇവൻ്റെ വാക്കൊന്നും കേൾക്കാതെ അങ്ങ് പോകും. പിറ്റേന്ന് അവൻ ഓഫീസിൽ വരുമ്പോഴാണ് അവിടെ ഡാർസിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമ്പനി ആണെങ്കിൽ കൂടുതലായിട്ട് ഫീമെയിൽ പ്രോഡക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ച കാര്യം ഡാൻസ് എല്ലാവരോടുമായിട്ട് പറയും. എന്നിട്ട് എല്ലാവർക്കും പുതിയൊരു പ്രോഡക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബോട്ട്സ് കൊടുക്കും. നിക്കിനാണെങ്കിൽ ഡാർസിയുടെ ഐഡിയ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. കാരണം ഇവനാണെങ്കിൽ സ്ത്രീകളെ ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രം കാണുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഇവൻ്റെ. ഇതെല്ലാം കഴിഞ്ഞ് വീട് ചെന്നിട്ട് അന്ന് രാത്രിയാണ് നിക്ക് ഓരോ പ്രോഡക്റ്റ് ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള ഐഡിയ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലക്സ് ആണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ക്യാമറോണിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് നിക്കുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നിക്ക് വലിയ കമ്പനി ഒന്നും ആകാതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്നേരമാണ് ഇവള് ശ്രദ്ധിക്കുന്നത് ഇവളോട് ചോദിക്കാതെ ഇവളുടെ CD എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ പേര് നിക്കിനോട് അവൾ ചൂടാകും. അത് കഴിഞ്ഞ് പോകാൻ നേരത്തെ ഇവൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് നിക്ക് വീണ്ടും ബോയ് ഫ്രണ്ടിൻ്റെ പേരനായിരുന്നു പറഞ്ഞതെന്ന് ചോദിക്കും. അന്നേരം ഇതൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് കാണുമ്പോഴേക്കും അവൾ ദേഷ്യത്തോടെ പോയി കഥ അടയ്ക്കും. പക്ഷേ നിക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അവൻ വീണ്ടും അടുത്ത ബിസിനസ് ഐഡിയ ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനാണെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു വട്ടി തെന്നി വീഴാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഇവിടെ കയറി പിടിക്കും. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഇലക്ട്രിക് ഹെയർ ഡ്രയറും വെള്ളത്തിൽ വീഴും. ഇവനും കൂടെ ചെന്ന് വീണ് ഇവന് ഷോക്ക് അടിക്കും. അന്ന് രാത്രി ബോധം പോയ നിക്കാണെങ്കിൽ പിറ്റേന്ന് വീട്ടിലെ വേലക്കാരി വരുമ്പോഴായിരുന്നു എഴുന്നേറ്റ് വന്നത്. അവൻ അപ്പം തൊട്ടെ വേലക്കാരി മനസ്സിൽ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ അവൻ്റെ ഈ പുതിയ ശക്തി മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നീട് അവൻ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് പെണ്ണുങ്ങൾ മനസ്സിൽ പറയുന്നതല്ലേ ഇവന് കേൾക്കുന്ന എങ്ങനെ ശ്രദ്ധിക്കുന്നത്. അന്നേരം ഇവന് പിടികിട്ടും ഇവനൊരു ശക്തി കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവൻ നടന്നു പോകുമ്പോഴാണ് ഇവൻ ഓരോ ടിസ്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നും ഇവൻ്റെ ഇവിടെ കളിച്ചും ചിരിച്ചും നടന്ന പെണ്ണുങ്ങൾക്ക് ആർക്കും ഇവനെ കണ്ണെടുത്ത് കാണില്ല എന്നുള്ള സത്യം. അങ്ങനെ പോകുന്നതൊക്കെ അവനാണെങ്കിൽ ഇറിന്ന് പറഞ്ഞ് അവൻ്റെ കൂടത്തിലുള്ള കൊളീഗിനെ കാണും. എന്നിട്ട് ആ പെൺകുട്ടി ഡിപ്രഷനിലാണെന്നൊക്കെ മനസ്സിലാക്കും. കുറേ കഴിയുമ്പോഴാണ് ഇവനെ വട്ട് പിടിക്കുന്നത്. എല്ലാവരുടെ സംസാരം കേട്ടിട്ട് അവനാണെങ്കിൽ അതിനെപ്പറ്റി ചെന്ന് അവൻ്റെ പാർട്ട്ണറോട് ഹെൽപ്പ് ചോദിക്കും. പക്ഷേ അവനാണെങ്കിൽ നിക്ക് പറയുന്നതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഡാർസിയുമായിട്ട് അവനാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഐഡിയ എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കും. കൂടെയുള്ള ഫീമെയിൽ കൊളീഗ്സിൻ്റെ എല്ലാം മനസ്സ് വായിച്ചിട്ട് അവനാണെങ്കിൽ ഓരോരോ ഐഡിയ പറയും. പക്ഷേ ഡാർസി ആണെങ്കിൽ ഇതെല്ലാം റിജക്റ്റ് ചെയ്യും. അന്ന് രാത്രി അവൻ ഈ ശക്തി ഇല്ലാതാക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവനാണ് മടുത്തായിരുന്നു ഇങ്ങനെ പെണ്ണുങ്ങളുടെ ചില കേട്ട് അതിനുവേണ്ടി അന്ന് നടന്ന സംഭവം എല്ലാം അവൻ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യമായിട്ട് അവനാണെങ്കിൽ അത്രയും പ്രോഡക്റ്റ് മാറി മാറി പരീക്ഷിക്കും. അതുകൊണ്ടാണ് അവന് ശക്തി കിട്ടിയെന്നൊക്കെ അറിയാൻ വേണ്ടി. പിന്നീട് അന്ന് ആ ഇലക്ട്രിക് ഷോക്ക് അടിച്ചത് വെച്ച് അവനാണെങ്കിൽ മഴയത്ത് പോയി നേരുന്ന മിന്നലൊക്കെ അടിപ്പിക്കാൻ നോക്കും. പക്ഷേ എന്നൊക്കെ ചെയ്തിട്ട് അവൻ്റെ ശക്തി പോകുന്നില്ലായിരുന്നു. പിറ്റേന്ന് അവന് പെണ്ണുങ്ങൾ പറയുന്ന എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ പതിയെ ഒരു ഡോക്ടറെ കാണാൻ പോകും. അവിടെ ചെന്ന് ആദ്യം ഡോക്ടർ ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കത്തില്ലായിരുന്നു. പിന്നീട് ഡോക്ടറിൻ്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം ഇവൻ റീഡ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിനും അവൾക്ക് വിശ്വാസമായിട്ട് വരും. അപ്പം തന്നെ ഡോക്ടർ ഇവനോട് പറയും ഇതിന് മരുന്നൊന്നുമില്ല, പക്ഷേ ഈ ശക്തി കൊണ്ട് ഇവൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറയും. അങ്ങനെ അന്നോട്ട് നിക്കാണെങ്കിൽ അത് ക്യാരക്ടറൊക്കെ മാറ്റും. പിറ്റേന്ന് അവൻ നേരെ കോഫി ഷോപ്പിലേക്ക് പോയിട്ട് അവൻ്റെ ശക്തി ഉപയോഗിച്ച് ലോലയോട് ഒരു ഡേറ്റിങ്ങിന് വരുന്നതൊക്കെ ചോദിക്കും. അങ്ങനെ ലോലയാണ് എന്നെ സമ്മതിക്കുകയും ചെയ്യും. പിന്നീട് അവൻ നേരെ പോകുന്നത് ഓഫീസിലേക്കാണ്. അവിടെ ചെന്നിട്ടുള്ള കൊളീഗ്സിനോടൊക്കെ നല്ല രീതിയിൽ പതിയെ പെരുമാറി തുടങ്ങും. ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഇവൻ പെരുമാറും. പ്രത്യേകിച്ച് ഇവനാണെങ്കിൽ ഡിപ്രഷനിലിരിക്കുന്ന ഇറിന് പ്രത്യേക ഒരു കെയർ ഒക്കെ കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് ഡാർസിയുടെ കൂടെ മാനേജറിനെ കാണാൻ പോയിട്ട് അവളുടെ ഐഡിയകളെല്ലാം ഇവൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവൾക്ക് ഇവനോട് ഒരു ഇംപ്രഷനൊക്കെ തോന്നും. കാരണം അവൾ മനസ്സ് വിചാരിച്ചല്ലേ ഇവൻ പറയുന്നുണ്ടല്ലോ എന്നോർത്ത്. മാനേജർക്കാണെങ്കിൽ ഐഡിയ എല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇവനാണ് ഡാർസിയുമായിട്ട് കമ്പനി ആവുകയും ചെയ്യും. പിന്നീട് വീട് ചെല്ലുമ്പോഴാണ് അലക്സും കൂട്ടുകാരികളും കൂടി തന്നെ ഡ്രസ്സിനെ പറ്റി പറയുന്നൊക്കെ കേൾക്കുന്നത്. ഉടനെ അവനാണെങ്കിൽ അവൾക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കാമെന്ന് പറയും. അന്ന് രാത്രിയാണെങ്കിൽ അവൻ പിന്നീട് പോകുന്ന ലോലയുടെ കൂടെ ഡേറ്റ് ചെയ്യാനായിരുന്നു. ഇവൻ വലിയൊരു കില്ലാടി അല്ലെങ്കിലും ഇവൻ്റെ ശക്തിയൊക്കെ ഉപയോഗിച്ച് അവളെ കീഴ്പ്പെടുത്തും. അങ്ങനെ ഇവൻ ഈ പെണ്ണുങ്ങളുടെ കൂടെ കമ്പനി അടിച്ച് കിടക്കുന്ന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവനാണെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് പോയി അവരെല്ലായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. പതിയെ ഡാർസിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അവൾക്കും അവളുടെ മനസ്സിലെല്ലാം മനസ്സിലാക്കുന്ന നിക്കിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങും. പിന്നീട് നിക്കാണെങ്കിൽ മകൾക്ക് ഡ്രസ്സെല്ലാം മേടിച്ച് കൊടുക്കാൻ കൊണ്ടുപോകും. അങ്ങനെ മകളുമായിട്ടുള്ളൊരു ബോണ്ട് സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞ് അവർ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് അവനാണെങ്കിൽ അവളുടെ മനസ്സ് വായിച്ചിട്ട് അവളാണെങ്കിൽ ബോയ് ഫ്രണ്ടുമായിട്ട് ഉടനെ തന്നെ ബന്ധപ്പെടാൻ പോകാമെന്നൊക്കെ മനസ്സിലാക്കുന്നത്.
അവൻ ഉടനെ തന്നെ അവളെ ഉപദേശിക്കും, ഈ പ്രായത്തിൽ തന്നെ ബോയ് ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടേണ്ട, കാരണം ഈ പ്രായത്തിലുള്ളവന്മാരെല്ലാം ഇവളുടെ ശരീരം മാത്രം ഇഷ്ടപ്പെടുന്നുള്ളെന്ന് പറയും. പക്ഷെ അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കത്തില്ല. അവളാണെങ്കിൽ തിരിച്ച് നിക്കിനോട് പറയും, നിക്കാണെങ്കിൽ ഇപ്പോൾ ഓവർ കെയറിങ് കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ പറയും. പിന്നീട് നിക്കാണെങ്കിൽ ഡാർസിയുടെ കൂടെ ഡേറ്റിങ്ങിന് പോകും. അവർ തമ്മിൽ വളരെ റൊമാൻറ്റിക് ആയിട്ട് ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അവസാനം ആകുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അവനെ വീട്ടിലേക്ക് വിളിക്കാൻ നേരത്ത് അവൻ പിന്നീട് ഒരു സാകാന്ന് പറഞ്ഞിട്ട് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോകും. പുറത്ത് വെച്ചാണ് അവൻ ലോലെ കാണുന്നത്. അവൾ നിക്കിനോട് ഇതേപോലെ തന്നെ റിലേഷൻഷിപ്പ് സീരിയസ് ആക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവൾക്കാണെങ്കിൽ ഇപ്പം നിക്കില്ലാതെ പറ്റത്തില്ലാത്ത അവസ്ഥയായെന്നൊക്കെ പറയും. പക്ഷേ നിക്കിനാണെങ്കിൽ ഇങ്ങനെ പല പല പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധം വെക്കുന്നതിനൊക്കെ മടുത്തു തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൾ ഒഴിവാക്കാൻ വേണ്ടി പറയും. അവന് ശരിക്കും ഇപ്പോൾ ആണുങ്ങളോടും കൂടെ താല്പര്യമുള്ള കൂട്ടത്തിലുള്ളവനാണെന്ന് പറയും. എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ വെച്ച് നിക്കിന് വലിയ കുറ്റബോധമൊക്കെ തോന്നി തുടങ്ങി ഈ ഡാർസിയുടെ ഐഡിയ എല്ലാം അടിച്ചു മാറ്റിയതിനെ പറ്റി. അവൻ അതുകൊണ്ട് തന്നെ അവളോട് എന്നിട്ട് പറയും അവൾ തന്നെ ഈ ഐഡിയ എല്ലാം പ്രസൻറ്റ് ചെയ്തോളാം പറയും. പക്ഷേ അവൾക്കാണ് ഓൾറെഡി ഇവനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നേരെ തിരിച്ച് പറയും വേണ്ട, ഇവൻ തന്നെ പ്രസൻറ്റ് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ അവനാണെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന വഴിക്കാണ് ഇറിൻ്റെ മനസ്സ് വായിച്ചിട്ട് അവളാണെങ്കിൽ സൂസൈഡ് ചെയ്യാൻ പോകാമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറിനാണെങ്കിൽ ഭയങ്കര ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥ നിൽക്കുമായിരുന്നു. പിന്നീട് അവൻ ഐഡിയ എല്ലാം പ്രസൻറ്റ് ചെയ്ത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും അവനാണ് ഈ ഐഡിയ കോപ്പി അടിച്ചെല്ലാം കുറ്റബോധം വന്നുകൊണ്ടിരിക്കും. അവനെല്ലാം ഡാർസിയോട് പറയാൻ വേണ്ടി അവൾക്ക് മെയിലിൽ എഴുതി അയക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഡാർസി ഓടി വന്ന് അവരുടെ ഈ വിജയം ആഘോഷിക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ അവളാണ് അവനെയും കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകും. അവിടെ വെച്ച് അവർ ഡാൻസ് ഒക്കെ കളിച്ച് അന്ന് രാത്രി മുഴുവൻ ആഘോഷിച്ച് നടക്കും. എന്നിട്ട് അവൻ മാനേജറുടെ അടുത്ത് നിന്ന് സത്യമെല്ലാം പറയും, എല്ലാം ഡാർസിയുടെ ഐഡിയ ആണെന്നും ഇവനാണെങ്കിൽ കോപ്പി അടിച്ചാൽ എന്നിട്ട്. പക്ഷേ മാനേജർ ഓൾറെഡി ഡാർസിയെ പിരിച്ചു വിട്ടായിരുന്നു. കാരണം അവൾ പുതിയതായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട്. അതുപോലെ തന്നെ നിക്കിനാണെങ്കിൽ എക്സ്ട്രാ പ്രൊമോഷനും കിട്ടിയായിരുന്നു. അവളുടെ വർക്കും കൂടി ഇവൻ ചെയ്തു, എക്സ്ട്രാ ഫണ്ടും തരാതൊക്കെ പറയും. നിക്കാണ് വീണ്ടും മാനേജറിനെ കൺവിൻസ് ചെയ്യാൻ നോക്കും, എല്ലാം ഡാർസിയുടെ ഐഡിയ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ മാനേജറാണെങ്കിൽ എടുത്ത് തീരുമാനം മാറ്റത്തേ ഇല്ലായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇറിൻ ഇന്ന് വന്നിട്ടില്ലെന്ന് ശ്രദ്ധിക്കുന്നത്. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നിട്ട് കൂടി അവനാണ് ഇറിനെ തേടി ഇറങ്ങും. പോകുന്ന വയ്ക്കാണ് പെട്ടെന്ന് ഒരു ഇടിമിന്നലുണ്ടായിട്ട് അവിടെ ഒരു സ്പാർക്കൊക്കെ ഉണ്ടാകുന്നത്. ഇവനാണെങ്കിൽ അതൊന്നും മൈൻഡാക്കാതെ വീണ്ടും പോകും. ഐറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഒരു സൂയിസൈഡ് നോട്ട് കാണുന്നത്. അവൻ പെട്ടെന്ന് പേടിക്കും. പക്ഷേ അവളാണെങ്കിൽ ശരിക്കും ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് അവൻ ഐറിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവന് പിടികിട്ടുന്നത് അവൻ്റെ ശക്തിയെല്ലാം പോയെന്ന്. അവൻ ഉടനെ തന്നെ അവളോട് എന്നിട്ട് പറയും അവൾക്ക് ഇനി തൊട്ട് ഉറപ്പായിട്ടും പ്രൊമോഷൻ തന്നേക്കാം, അപ്പോഴത്തേക്കിന് സാലറി കൂട്ടിക്കിട്ടി ഇവിടെ ഫിനാൻഷ്യൽ പ്രശ്നമെല്ലാം തീരുമെന്ന് പറയും. ഇറിനും ഇത് കേൾക്കും ഭയങ്കര സന്തോഷമാവും. നിക്ക് പിന്നീട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഡാർസിയുടെ വീട്ടിലേക്കായിരുന്നു. പക്ഷേ അവളാണെങ്കിൽ ജോലിയെല്ലാം പോയിട്ട് ഒരു നല്ല മൂഡിലൊന്നും അല്ലാത്തതുകൊണ്ട് കഥക് തുറക്കത്തില്ല, ഇവനെ ഒഴിവാക്കി വിടും. ഇതെല്ലാം കഴിഞ്ഞാണ് ഇവൻ എക്സ്5 ആയിട്ടുള്ള ജിജി ആണെങ്കിൽ നിക്കിനെ വിളിച്ചിട്ട് മകളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നത്. അവൻ പേടിച്ച് അലക്സിനെ അന്വേഷിച്ചിറങ്ങും. അങ്ങനെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് അവൻ്റെ മകൾ ബാത്റൂമിൽ കയറിയിരുന്ന് കരയുന്നത് അവൾ മനസ്സിലാക്കുന്നത്. അവൻ തൊട്ടപ്പുറത്തെ ബാത്റൂമിൽ കയറിയിട്ട് കാര്യം ചോദിക്കും. അപ്പോഴത്തേക്കിനും അവൾ പറയും ഇവൻ പറഞ്ഞ പോലെ തന്നെ കാര്യം നടന്നു. കാരണം ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ബന്ധപ്പെടാൻ വന്നപ്പോഴത്തേക്കിനും ഇവൾ ആദ്യം ഒന്ന് തടയും. അപ്പം തന്നെ അവനാണെങ്കിൽ ഇവളെ ഇട്ടിട്ട് അങ്ങ് പോയെന്ന് പറയും. നിക്കാണെങ്കിൽ അങ്ങനെ അവളെ ആശ്വസിപ്പിച്ച് വീട്ടിൽ കൊണ്ട് കിടത്തും. മകൾ ഉറങ്ങിയ ശേഷമാണെങ്കിൽ അവൻ വീണ്ടും ഡാർസിയെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നീട് അവനാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകും. ഈ ടൈമിൽ ഏതായാലും അവളാണെങ്കിൽ അവനെ അകത്തേക്ക് കയറ്റും. പിന്നീട് അവനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയും. ആദ്യം അവൾക്ക് ഇവനോട് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പക്ഷേ നിക്കാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ ഒരു വസ്തുവായിട്ടല്ല കാണുന്നത്, റെസ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അവനോട് ക്ഷമിക്കും. അങ്ങനെ ഈ സിനിമ അവസാനിക്കുമ്പോഴത്തേക്കും ഇവർ സുഖമായിട്ട് ജീവിക്കുന്നതാണ് കാണിക്കുന്നത്. ഏറ്റവും അവസാനമാണ് സിനിമയുടെ ഇൻറ്റിഗ്രേറ്റ് പോലെ നായകൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നത്. അവനാണെങ്കിൽ ആരുമില്ലാതെ ജനിച്ചിട്ട് അവനാണെങ്കിൽ ഒരു ബാർ ഡാൻസർ ആയിട്ടുള്ള പെണ്ണായിരുന്നു വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് വിലയിടുന്നവരായിരുന്നു. അതുപോലെ തന്നെ ആ ബാറിൽ വരുന്ന മിക്ക ആണുങ്ങൾക്കും ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവനും വലുതായി വന്നപ്പോഴത്തേക്കിനും ഏകദേശം കോഴിത്തരം ഉള്ള പോലെയും ഒരു പ്രത്യേക സ്വഭാവക്കാരനും